ഓൺലൈൻ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള 5 ഡിസോർഡേഴ്സ് ആണ് ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. 1 ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, 2 ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ, 3 സീഷർ ഡിസോർഡർ, 4 മെനിഞ്ചൈറ്റിസ്, 5 മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ്. ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. ഇവിടെ പേഷ്യൻ്റ് തൻ്റെ ചുറ്റുപാടുമുള്ള എൻവോൺമെൻറ്റൽ സ്റ്റിമുലസ്, 5 സെൻസിലൂടെയുള്ള എൻവോൺമെൻറ്റൽ സ്റ്റിമുലസിനെ അവെയർ ആവുകയോ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ്. ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ്സുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന 1-2 ടെർമിനോളജികൾ പരിചയപ്പെടാം. ഒന്നാമത്തത് ഡിസോറിയന്റേഷൻ ആണ്. ഡിസോറിയന്റേഷൻ എന്ന് പറയുന്നത് ലോസ് ഓഫ് അവെയർനെസ് ടു ടൈം, പ്ലേസ് ആൻഡ് പേഴ്സൺ. അതായത് സമയം, രാവിലെയാണോ രാത്രിയാണോ, ഏകദേശ സമയം 11 ആണോ 12 ആണോ, അതോ ഏത് ദിവസമാണ് ആഴ്ചയിലത്, അല്ലെങ്കിൽ ഏത് മാസമാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് കാലവുമായി ബന്ധപ്പെട്ട് ഉള്ള സമയവുമായി ബന്ധപ്പെട്ടുള്ള ഓറിയന്റേഷൻ നഷ്ടപ്പെടുക. അല്ലെങ്കിൽ പ്ലേസ് എന്ന് പറയുന്ന സ്ഥലം, ഞാൻ എവിടെയാണ് ഉള്ളത്, ഹോസ്പിറ്റലിലാണോ വീട്ടിലാണോ, ആ ഒരു ഓറിയന്റേഷൻ നഷ്ടപ്പെടുക. പേഴ്സൺ, ആരാണ് കൂടെ നിൽക്കുന്നത്, എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ വരിക. ഇങ്ങനെ ടൈം, പ്ലേസ് ആൻഡ് പേഴ്സണെ കുറിച്ചുള്ള ലോസ് ഓഫ് അവെയർനെസ്സിനെയാണ് ഡിസോറിയന്റേഷൻ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ടെർമിനോളജി കോമയാണ്. കോമ എന്ന് പറയുന്നത് പ്രൊലോങ്ഡ് സ്റ്റേറ്റ് ഓഫ് അൺകോൺഷ്യസ്നെസ് ആണ്. അൺകോൺഷ്യസ്നെസ് എന്താണ്, അല്ലെങ്കിൽ ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എന്താണെന്ന് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കണ്ടതാണ്. ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. ഇവിടെ പേഷ്യൻ്റ് തൻ്റെ ചുറ്റുമുള്ള എൻവോൺമെൻറ്റൽ സ്റ്റിമുലസിനോട് അവെയർ ആവുകയോ റെസ്പോൺസ് ആവുകയോ ചെയ്യാതിരിക്കുക. ഇങ്ങനെ അവെയർ ആവുകയോ റെസ്പോൺസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുന്നത് കുറച്ചേറെ നാൾ അല്ലെങ്കിൽ കുറച്ചേറെ സമയത്തേക്ക് പ്രൊലോങ് ചെയ്യുന്നതിനെയാണ് കോമ എന്നുള്ള വാക്കുകൊണ്ട് വിളിക്കുക. ക്ലിനിക്കലിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ് കോമ. വീണ്ടെടുക്കാൻ സാധിക്കാത്ത തരത്തിൽ ബ്രെയിൻ്റെയും ബ്രെയിൻ സ്റ്റെമ്മിൻ്റെയും ഫംഗ്ഷനുകൾ നിന്നു പോകുന്നതിനെയാണ് ബ്രെയിൻ ഡെത്ത് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുക. ലോസ് ഓഫ് കോൺഷ്യസ്നെസ്സിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 3ആയിട്ട് അതിനെ തരംതിരിച്ചിരിക്കുന്നു. 1 ന്യൂറോളജിക്, 2 ടോക്സിക്കോളജിക്, 3 മെറ്റബോളിക്. ന്യൂറോളജിക് എന്ന് പറയുക ന്യൂറോണുകൾക്ക് ഉണ്ടാകുന്ന ഡാമേജ് ആണ്. എക്സാമ്പിൾ ഹെഡ് ഇഞ്ചുറി ആകാം, അല്ലെങ്കിൽ ബ്രെയിനിലുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഡിസോർഡർ, സ്ട്രോക്ക് പോലുള്ള കണ്ടീഷനുകൾ വഴി ഡാമേജ് സംഭവിച്ചുകൊണ്ട് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാകാം. രണ്ടാമത്തെ കാറ്റഗറി ടോക്സിക്കോളജിക്കലാണ്. ഇവിടെ മെഡിസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്സ്റ്റൻസസോ, ആൽക്കഹോൾ, മറ്റുള്ള ഡ്രഗുകൾ, അല്ലെങ്കിൽ കാനബീസ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോയ്സണിങ് സബ്സ്റ്റൻസസുകൾ ഇൻജസ്റ്റ് ചെയ്യുന്നത് വഴി ഒരു വ്യക്തിയിൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നു. മൂന്നാമത്തെ കാറ്റഗറി മെറ്റബോളിക് ആണ്. ബോഡിയിൽ ഉണ്ടാകുന്ന മെറ്റബോളിക് ചേഞ്ചസ് അല്ലെങ്കിൽ മെറ്റബോളിക് റിലേറ്റഡ് ഡിസോർഡേഴ്സ് തലച്ചോറിനെ ബാധിക്കുകയും അതുവഴി തലച്ചോറിൻ്റെ ഫംഗ്ഷനുകൾ ഓൾട്ടർ ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നു. എക്സാമ്പിൾ റീനൽ ഫെയിലിയർ, ഹെപ്പാറ്റിക് ഡിസോർഡേഴ്സ്, ഡയബറ്റിക് കീറ്റോസിഡോസിസ് ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുക കോൺഷ്യസ്നെസ്സിൽ ഉണ്ടാകുന്ന ഓൾട്ടറേഷൻസ്, മൈൽഡ് ഓൾട്ടറേഷൻസ് ലൈക്ക് ഐ റെസ്പോൺസിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാരണം വെർബൽ റെസ്പോൺസിലും മോട്ടോർ റെസ്പോൺസിലും ചേഞ്ചസ് ഉണ്ടാകുന്നു. അതുപോലെ പ്യൂപ്പിലറി ഡയലറ്റേഷനിൽ ഓൾട്ടറേഷൻ സംഭവിക്കുന്നു. അത് വീണ്ടും കൂടി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലോസ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്കും കോമയിലേക്കും എത്തിപ്പെടാം. എക്സാംസിന് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് ഡീകോർട്ടിക്കേറ്റ് ആൻഡ് ഡീസെറിബ്രേറ്റ് പോസ്റ്ററിങ്. അൺകോൺഷ്യസ് പേഷ്യൻസിൽ ബ്രെയിനിലുള്ള ലീഷൻസ് അല്ലെങ്കിൽ ഇഞ്ചുറീനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്ററിങ് ആണ് ഡീകോർട്ടിക്കേറ്റ് ആൻഡ് ഡീസെറിബ്രേറ്റ് പോസ്റ്ററിങ്. ഇവിടെ പിക്ചറിൽ അത് തന്നിട്ടുണ്ട്. ഡീകോർട്ടിക്കേറ്റ് പോസ്റ്ററിങ്ങിൽ ലെഗ്സ് പ്ലാന്റാർ ഫ്ലെക്സ്ഡ് ആയിരിക്കും, പുറത്തേക്ക് ഫ്ലെക്സ്ഡ് ആയിരിക്കും. ലെഗ്സ് ഇന്റേണലി റൊട്ടേറ്റഡ് ആയിരിക്കും. സാധാരണ അലൈൻമെന്റിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുക. ഇവിടെ കാല് അകത്തേക്ക് സ്ലൈറ്റ്ലി റൊട്ടേറ്റ് ചെയ്തിരിക്കും. ഹാൻഡ്സ് ഫ്ലെക്സ്ഡ് അബ്ഡക്റ്റഡ് ആയിരിക്കും. അതുപോലെ ഫിംഗേഴ്സും അതുപോലെ ഫ്ലെക്സ്ഡ് ആയിരിക്കും. ഡീസെറിബ്രേറ്റ് പോസ്റ്ററിങ്ങിൽ ഹാൻഡിന്റെ പൊസിഷൻ അബ്ഡക്റ്റഡ് ആൻഡ് എക്സ്റ്റെൻഡഡ് ആയിരിക്കും. പ്രൊനേഷൻ ഓഫ് ദ ഹാൻഡും ഫ്ലെക്സ്ഡ് ഫിംഗേഴ്സും നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം ഫൂട്ട് പ്ലാന്റാർ ഫ്ലെക്സ്ഡും ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന ഇമേജിൽ താഴെ ഡീസെറിബ്രേറ്റ് പോസ്റ്ററിങ് വ്യക്തമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലോസ് ഓഫ് കോൺഷ്യസ്നെസ്സും അതിൻ്റെ കാരണങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പല ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിനിക്കലിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്കെയിലാണ് ഗ്ലാസ്കോ കോമ സ്കെയിൽ. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അസസ് ചെയ്യാനാണ് ഈ സ്കെയിൽ യൂസ് ചെയ്യുക. 3 ആണ് ഏറ്റവും മിനിമം സ്കോർ. ആ 3 സ്കോർ കാണിക്കുക സിവിയർ ന്യൂറോളജിക്കൽ ഇമ്പയർമെൻ്റ് ആണ്. ഇമേജിംഗ് സ്റ്റഡീസായ CT, MRI, പോസിട്രോൺ എമിഷൻ ടെസ്റ്റ്, ഇലക്ട്രോ എൻസെഫലോഗ്രാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതെല്ലാം ബ്രെയിൻ അബ്നോർമാലിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. അതോടൊപ്പം ലാബ് ടെസ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റ് അനുബന്ധ കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഏട്രിയൽ ബ്ലഡ് ഗ്യാസ് സ്റ്റഡീസ്, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ഇലക്ട്രോലൈറ്റ് ലെവൽ, സീറം അമോണിയം ലെവൽ, ബ്ലഡ് യൂറിയ നൈട്രജൻ, സീറം ഓസ്മാലിറ്റി, ബ്ലഡ് കാൽസ്യം ലെവൽ, പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ആൻഡ് പ്രോത്രോംബിൻ ടൈം, സീറം കീറ്റോൺ ലെവൽ,
അതുപോലെ യൂസ് ഓഫ് എനി അതർ സബ്സ്റ്റൻസസ് ലൈക്ക് ആൽക്കഹോൾ, ടുബാക്കോ, കാനബീസ്, ലൈസർജിക് ആസിഡ് ഡെറിവേറ്റീവ് or any other poisonous substances etc. മെഡിക്കൽ മാനേജ്മെന്റ് ഓഫ് ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുക അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു പേറ്റന്റ് എയർവേ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. വെന്റിലേഷൻ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കുക. രണ്ടാമത് സർക്കുലേറ്ററി സ്റ്റാറ്റസ് ഉറപ്പുവരുത്തുക. അഡിക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ബ്രെയിനിലേക്കും ബോഡിയിലേക്കും പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. മൂന്നാമത് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഉറപ്പുവരുത്തുക. ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ആയതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് വിശപ്പ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല. സോ വി നീഡ് ടു സ്റ്റാർട്ട് ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷൻ. ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. ഇൻപുട്ട് ഔട്ട്പുട്ട് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ബാക്കിയുള്ള മെഡിക്കേഷൻസ് എല്ലാം ഇൻട്രാവീനസിലൂടെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം. നാലാമത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്സിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുകയും അതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അഞ്ചാമതായി പേഷ്യൻസിന് ഉണ്ടാകാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഉള്ള പേഷ്യൻറ്റിൽ കോമൺ ആയിട്ടും ഉണ്ടാവാൻ സാധ്യതയുള്ളത് റെസ്പിറേറ്ററി ഫെയിലിയർ, ന്യൂമോണിയ, പ്രഷർ അൾസർ, വീനസ് സ്റ്റാസിസ്, ആസ്പിറേഷൻ തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങളാണ്. അതിനുള്ള റിസ്കുകളെ കണ്ടെത്തി റിസോൾവ് ചെയ്യുക. പേഷ്യൻറ്റിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതെ റിട്രൈവ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ ഡിസീസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷറാണ്. ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ എന്ന് പറയുക ക്രേനിയത്തിൻ്റെ ഉള്ളിലുള്ള വോളിയം, അതായത് ബ്രെയിൻ ആൻഡ് ബ്രെയിൻ സ്ട്രക്ചേഴ്സും അതിൻ്റെ ഉള്ളിലുള്ള പ്രഷറും ഇൻഅപ്രോപ്രിയേറ്റ് ആകുന്ന സാഹചര്യത്തിലാണ്. ഒരു നോർമൽ ഹെൽത്തി അഡൾട്ടിൽ ഇൻട്രാക്രേനിയൽ പ്രഷർ റേഞ്ച് ചെയ്യുക 0 to 15 mm of Hg ആണ്. എന്നാൽ ഇൻട്രാക്രേനിയൽ പ്രഷർ 20 mm of Hgക്ക് മുകളിലേക്ക് എത്തുമ്പോഴേക്കും പേഷ്യൻറ്റിൻ്റെ ബ്രെയിൻ ഫങ്ഷൻസ് ഓൾട്ടർ ചെയ്യുകയും ന്യൂറോളജിക്കൽ ആൻഡ് അതർ ബയോളജിക്കൽ സിംറ്റംസ് എക്സിബിറ്റ് ചെയ്യുകയും ചെയ്യും. ഇൻട്രാക്രേനിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണങ്ങൾ പലതാണ്. പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ അളവിലുള്ള വ്യത്യാസം. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ പ്രൊഡക്ഷനും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ അബ്സോർപ്ഷനും തമ്മിലുള്ള റേറ്റിലുള്ള വ്യത്യാസം CSF ഫ്ലൂയിഡിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാക്കുന്നു. ഈ ഒരു വ്യത്യാസം ബ്രെയിൻ സ്ട്രക്ചേഴ്സിലേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു. രണ്ട്, സെറിബ്രൽ എഡിമ. നമുക്കറിയാം ഫ്ലൂയിഡ് കളക്ഷൻ ഇൻ ദ സെറിബ്രം. ബ്രെയിൻ ട്യൂമേഴ്സ്, ട്യൂമർ ഉണ്ടാകുമ്പം അവിടെ മാസ് കൂടുന്നു, അതുവഴി ബ്രെയിൻ സ്ട്രക്ചേഴ്സിലേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇൻട്രാക്രേനിയൽ ഓർ സബ് അരക്കനോയിഡ് ബ്ലീഡിങ്, ബ്രെയിനിലുണ്ടാകുന്ന ബ്ലീഡിങ് അത് അവിടെ വീണ്ടും ഒരു സ്വെല്ലിങ്ങിലേക്ക് ലീഡ് ചെയ്തുകൊണ്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. ഹെഡ് ഇഞ്ചുറീസ്, അന്യൂറിസം, ഇൻഫെക്ഷൻസ് ലൈക്ക് എൻസെഫലൈറ്റിസ് ഓർ മെനിഞ്ചൈറ്റിസ് തുടങ്ങിയിട്ടുള്ള കണ്ടീഷനുകളും ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷറിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ക്രേനിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രേനിയൽ പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള ബ്രെയിനിൻ്റെ കഴിവിനെയാണ് ഓട്ടോ റെഗുലേഷൻ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്രേനിയൽ പ്രഷർ ഒരു പരിധിയിൽ കൂടുതൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഓട്ടോ റെഗുലേഷൻ ഫെസിലിറ്റി പ്രവർത്തനരഹിതമാവുകയും വൈറ്റൽ സൈൻസിലും ന്യൂറോളജിക്കൽ സിംറ്റംസും മെൻ്റൽ സ്റ്റാറ്റസിലും ഓൾട്ടറേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ബ്രാഡികാർഡിയ, ഹൈപ്പർ ടെൻഷൻ, ബ്രാഡിപീനിയ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 3 അവസ്ഥകൾ ഒരുമിച്ച് കാണുന്നതിനെയാണ് കുഷ്യൻസ് ട്രയാഡ് എന്ന് പറയുക. ഇൻക്രീസ്ഡ് ICPയുടെ ഒരു ലേറ്റ് സൈനായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുക. ഇൻക്രീസ്ഡ് ICPയുമായി എക്സാമിനേഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുഷ്യൻസ് ട്രയാഡ് അല്ലെങ്കിൽ കുഷ്യൻസ് റെസ്പോൺസ് ഓർ കുഷ്യൻസ് റിഫ്ലെക്സ്. ഇൻക്രീസ്ഡ് ICPയുടെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അകാരണമായിട്ട് റെസ്ലെസ് ആവുക, കൺഫ്യൂഷൻ ഉണ്ടാവുക, മയക്കം കൂടുതൽ അനുഭവപ്പെടുക, വേദന ജനിപ്പിക്കുന്നതും വലിയ സ്റ്റിമുലകളോട് മാത്രം പ്രതികരിക്കുക തുടങ്ങിയവയാണ്. ഈ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഓൾട്ടർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ICPയുടെ ഒരു ഏർലി സൈനായിട്ടാണ് കാണുക. ഇതും ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം ഡീകോർട്ടിക്കേറ്റ്, ഡീസെറിബ്രേറ്റ് പോസ്റ്ററിംഗ് എല്ലാം ഇൻക്രീസ്ഡ് ICPയുടെ സിംറ്റംസ് ആയിട്ട് കണ്ടുവരുന്നു. ഇൻക്രീസ്ഡ് ICP അതിൻ്റെ കാരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അസസ്മെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1, സെറിബ്രൽ ആൻജിയോഗ്രഫി. 2, സ്കൾ എക്സ്റേ. 3, CT സ്കാനിങ്. 4, MRI സ്കാനിങ്. 5, പോസിട്രോൺ എമിഷൻ ടെസ്റ്റ്. 6, ICP മോണിറ്ററിംഗ്. 7, ട്രാൻസ്ക്രേനിയൽ ഡോപ്ലർ എക്സെട്ര. 3 കോംപ്ലിക്കേഷൻസ് ആണ് ഇൻക്രീസ്ഡ് ICPയുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. 1, ബ്രെയിൻ സ്റ്റെം ഹെർണിയേഷൻ. 2, ഡയബറ്റിക് ഇൻസിപ്പിഡസ്. 3, സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ആൻറ്റി ഡയററ്റിക് ഹോർമോൺ. ബ്രെയിൻ സ്റ്റെം ഹെർണിയേഷൻ ഉണ്ടാകുന്നത് ഇൻക്രീസ്ഡ് ICP കാരണം ബ്രെയിൻ സ്ട്രക്ചേഴ്സ് ചെറിയ ഫൊറോമോനുകളിലൂടെ പ്രൊട്രൂഡ് ചെയ്യാനുള്ള സാധ്യത. 2, ഡയബറ്റിക് ഇൻസിപ്പിഡസ്. 3, സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ആൻറ്റി ഡയററ്റിക് ഹോർമോൺ. ഇവിടെ ആൻറ്റി ഡയററ്റിക് ഹോർമോണിൻ്റെ സെക്രീഷൻസ് ഇൻക്രീസ് ആവുകയും യൂറിൻ ഔട്ട്പുട്ടും സീറം സോഡിയം കോൺസെൻട്രേഷനും ഡിക്രീസ് ആവുകയും ചെയ്യുന്നു. ഇൻട്രാക്രേനിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഏർലി സൈനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസോറിയൻറ്റേഷൻ, റെസ്റ്റ്ലെസ്നെസ്, പർപ്പസ്ലെസ് ബോഡി മൂവ്മെൻറ്റ്സ്, മെൻ്റൽ കൺഫ്യൂഷൻ, അതുപോലെ റെസ്പിറേഷൻ ചെയ്യാനുള്ള എഫേർട്ട് കൂടുതലായിട്ട് ആവശ്യം വരിക. പിന്നെ കാണുക കണ്ണുകളുമായി ബന്ധപ്പെട്ട് പ്യൂപ്പിലറി ചേഞ്ചസ്,
എക്സ്ട്രാ ഒക്കുലാർ മൂവ്മെന്റ്സിന്റെ ഇമ്പയർമെന്റ് ഉണ്ടാകുന്നു. ശരീരത്തിന്റെ ഒരു ഭാഗത്തിനുണ്ടാകുന്ന തളർച്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവം, ഉദാഹരണത്തിന് കയ്യോ കാലിനോ ഉള്ള തളർച്ചയും ഇൻക്രീസ്ഡ് ICPയുടെ വാർണിംഗ് സൈൻസ് ആയിട്ട് അല്ലെങ്കിൽ ഏർലി സൈൻസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഇൻട്രാക്രീനിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ലേറ്റ് ഇൻഡിക്കേഷൻസ് അല്ലെങ്കിൽ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിൽ ഉണ്ടാകുന്ന വേഴ്സണിങ് കണ്ടീഷൻ, അതായത് റെസ്റ്റ്ലെസ്നെസ്സിൽ ഉണ്ടായിരുന്ന പേഷ്യന്റ് ഇപ്പോൾ ലോസ് ഓഫ് കോൺഷ്യസിലേക്ക് ലീഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ പൾസ് റെസ്പിറേഷൻ റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ കുറവ്, BPയും ബ്ലഡ് പ്രഷറിലും ഉണ്ടാകുന്ന ഇൻക്രീസ്, വൈഡൻഡ് പൾസ് പ്രഷർ, അബ്നോർമൽ ബ്രീതിങ് പാറ്റേൺസ് ലൈക്ക് ചെയിൻ സ്ട്രോക്ക് ബ്രീതിങ്, അറ്റാക്സിക് ബ്രീതിങ്, ദെൻ പ്രൊജക്ടൈൽ വോമിറ്റിംഗ്, ഹെമിപ്ലീജിയ, അബ്നോർമൽ പോസ്റ്ററിങ് ലൈക്ക് ഡീകോർട്ടിക്കേറ്റ് ഓർ ഡീസെറിബ്രേറ്റ് പോസ്റ്ററിങ്, അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ടോപ്പിക്കിൽ കണ്ടതാണ്. ദെൻ ലോസ് ഓഫ് പ്യൂപ്പിലറി ഡയലറ്റേഷൻ ആൻഡ് കോൺസ്ട്രിക്ഷൻ, ദെൻ റിഫ്ലെക്സുകളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, എസ്പെഷ്യലി കോർണിയൽ റിഫ്ലെക്സ്, ഗ്യാഗ് റിഫ്ലെക്സ്, സ്വോളോയിങ് റിഫ്ലെക്സ്, ഇതിലുണ്ടാകുന്ന വേരിയേഷൻസ്, ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ICP ഗണ്യമായിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇൻട്രാക്രേനിയൽ പ്രഷറിനെ മോണിറ്റർ ചെയ്യുക, അതിനെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് ട്രീറ്റ്മെന്റ് ഗോള്. അതിനുവേണ്ടി അതിൻ്റെ കാരണങ്ങളായിട്ട് വരുന്ന ഫാക്ടേഴ്സിനെ വേണ്ട വിധം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് മെഷറായിട്ട് എടുക്കുക. സെറിബ്രൽ എഡിമേനെ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻസ്, ഓസ്മോട്ടിക് ഡയോറിറ്റിക്സ് ലൈക്ക് മാനിറ്റോൾ, ഡെക്സാമെത്തസോൺ, അതായത് കോർട്ടിക്കോസ്റ്റീറോയിഡ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള മെഡിക്കൽ മെഷേഴ്സ് യൂസ് ചെയ്യുന്നു. CSFന്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയസ് സർജിക്കൽ ഷണ്ട്സ് യൂസ് ചെയ്യുന്നു. ബ്രെയിൻ വോളിയം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഡീകംപ്രഷൻ ക്രനിയോട്ടമി പോലുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നു. അഡ്ക്വേറ്റ് ആയിട്ടുള്ള ഓക്സിജനേഷൻ എൻഷുർ ചെയ്യണം. ബോഡി ടെമ്പറേച്ചർ എലിവേഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എലിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഏർലി തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ബോഡി ടെമ്പറേച്ചർ എലിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റബോളിസം കൂടും, അത് അഡ്വേഴ്സ് ആയിട്ട് ബ്രെയിനെ ബാധിക്കും. അതുപോലെ മറ്റ് മെറ്റബോളിക് ഫംഗ്ഷനുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബാർബിറ്റുറേറ്റ്സ് തുടങ്ങിയിട്ടുള്ള മെഡിക്കേഷൻസ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. ലെംബാർ പഞ്ചർ ഇൻക്രീസ്ഡ് ICP ഉള്ള പേഷ്യൻസിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ഈ ചോദ്യം നമുക്ക് ചോദിക്കാൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മൂന്നാമതായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസോർഡർ ആണ് സീഷർ ഡിസോർഡർ. എന്താണ് സീഷർ എന്നുള്ളത് നമുക്ക് നോക്കാം. സീഷർ എന്ന് പറയുന്നത് നോർമൽ ബ്രെയിൻ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്റപ്ഷൻ ആണ്. ഈ ഡിസ്റപ്ഷൻ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിൽ ഓൾട്ടറേഷൻ ഉണ്ടാക്കുന്നു, ന്യൂറോളജിക്കലും ബിഹേവിയറലായിട്ടുള്ള മറ്റ് സിംറ്റംസ് എക്സിബിറ്റ് ചെയ്യുന്നു. പല എപ്പിസോഡുകളായിട്ട് സീഷേഴ്സ് റിപ്പീറ്റ് ആയിട്ട് ഉണ്ടാകുമ്പോൾ അതിനെ എപ്പിലെപ്സി എന്ന് പറയുന്ന കണ്ടീഷനായിട്ട് നമ്മൾ വിളിക്കുന്നു. എപ്പിലെപ്സിയോട് ചേർന്ന് കൺവൽഷൻസ് ഉണ്ടാകാം. കൺവൽഷൻസ് എന്ന് പറയുന്നത് ഒരു റിപ്പീറ്റേറ്റീവ് മസിൽ ജർക്കിംഗ് മൂവ്മെന്റ് ആണ്. മസിൽസിന്റെ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാവുകയും അതുവഴി ബോഡിയിൽ ഉണ്ടാവുന്ന ജർക്കിംഗ് മൂവ്മെന്റ്സിനെയാണ് കൺവൽഷൻസ് എന്ന് പറയുക. എന്നാൽ ഒരു സീഷർ ആക്ടിവിറ്റി ഉണ്ടാവുകയും അത് ഫുൾ റിക്കവറിയിലേക്ക് എത്താതെ കണ്ടിന്യൂസ് ആയിട്ട് അത് പ്രൊലോങ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു കണ്ടീഷനെ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്നുള്ള ടെർമിനോളജി കൊണ്ട് വിളിക്കുന്നു. സീഷർ ഡിസോർഡറിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, മെറ്റബോളിക് ആൻഡ് ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ്, exposure to any kind of toxic substances like carbon monoxide, lead poisoning, etc., brain tumors, increased ICP, CNS ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ്. പിന്നെ പറയുന്ന ഒരു കാരണം അൺനോൺ റീസൺസ് ആണ്, ഇഡിയോപ്പതിക്. എന്തുകൊണ്ടാണ് ഇതുണ്ടാവണമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ബ്രെയിൻ ഇൻവോൾവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ സീഷേഴ്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. പാർഷ്യൽ സീഷേഴ്സ് എന്നും ജനറലൈസ്ഡ് സീഷേഴ്സ് എന്നും. പാർഷ്യൽ സീഷേഴ്സിൽ ബ്രെയിനിന്റെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും സീഷേഴ്സ് ജനറേറ്റ് ചെയ്യുക. എന്നാൽ ജനറലൈസ്ഡ് സീഷേഴ്സിൽ ഒന്നിലധികം ഭാഗമോ അല്ലെങ്കിൽ ബ്രെയിൻ മുഴുവനോ സീഷേഴ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഇൻവോൾവ്മെന്റ് കാണിക്കുന്നു. പാർഷ്യൽ സീഷേഴ്സ് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സ് എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. സിമ്പിൾ പാർഷ്യൽ സീഷേഴ്സിൽ കോൺഷ്യസ്നെസ് ക്ലിയർ ആയിരിക്കും. എന്നാൽ മസിൽസിന്റെ ട്വിച്ചിങ്, വിഷൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, തല ചുറ്റുന്ന പോലെയുള്ള ഒരു അനുഭവം, അതായത് വെർട്ടിഗോ, അൺയൂഷ്വൽ ടേസ്റ്റ് ഓർ സ്മെൽ തുടങ്ങിയവയൊക്കെ ആയിരിക്കും കാണുക. എന്നാൽ കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സിൽ ഈ സിംറ്റംസിനോട് കൂടി ലോസ് ഓഫ് കോൺഷ്യസ്നെസ് എവിഡൻ്റ് ആയിരിക്കും. ജനറലൈസ്ഡ് സീഷേഴ്സിന് 3 സബ് ടൈപ്സ് ആണുള്ളത്. 1 ആബ്സെന്റ് സീഷേഴ്സ് അഥവാ പെറ്റിമാൽ സീഷേഴ്സ്, 2 മയോക്ലോണിക് സീഷേഴ്സ്, 3 ടോണിക്ലോണിക് സീഷേഴ്സ് അഥവാ ഗ്രാൻഡ്മാൽ സീഷേഴ്സ്. ആബ്സെന്റ് സീഷേഴ്സിൽ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ബ്ലാക്കിംഗ് ഔട്ട് ആയിരിക്കും പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ചെയ്യുക. പെട്ടെന്നൊരു ബ്ലാക്ക് ഔട്ട് ഫീൽ ചെയ്യും. പേഷ്യൻസിൽ ഒരു സഡൻ ഒരു ഐ മൂവ്മെന്റ്സ്, ലിപ്പ് സ്മാക്ക് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അറ്റൻഷൻ കോൺസെൻട്രേഷൻ ഫോക്കസ് ചെയ്യാൻ സാധിക്കാത്തത് പോലെയൊക്കെ ഉണ്ടാവുന്ന അനുഭവങ്ങൾ ഉണ്ടാവുന്നു. മയോക്ലോണിക് സീഷേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കൈകാലുകൾ ജർക്ക് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ മസിൽ ട്വിച്ച് ചെയ്യുന്നത് പോലെ പേഷ്യന്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്നു.
ടോണിക് ക്ലോണിക് സീഷേഴ്സിൽ പേഷ്യൻറ്റിന് ബോഡി ഷെയ്ക്ക് ചെയ്യുന്ന പോലെ മസിൽ കോൺട്രാക്ഷൻ റിലാക്സേഷൻസ് ഉണ്ടാകുന്നു. പേഷ്യൻറ്റിന് ലോസ് ഓഫ് കോൺഷ്യസിലേക്ക് പോകുന്നു. ബവൽ ആൻഡ് ബ്ലാഡർ കൺട്രോൾ ലോസ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റേറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് പേഷ്യൻറ്റിന് ഒരു ഓറ ഫീൽ ചെയ്യുന്നു. അതായത് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെയുള്ള ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് പേഷ്യൻറ്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്നു. സീഷർ ഡിസോർഡറിന്റെ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഡീറ്റെയിൽ മെഡിക്കൽ ഹിസ്റ്ററി ആണ്. ഫാമിലി ഹിസ്റ്ററി ഓർ എനി അതർ മെഡിക്കൽ ഹിസ്റ്ററീസ് ഉണ്ടോ എന്ന് നമുക്കറിയണം. അതുപോലെ മറ്റ് കാരണങ്ങൾ നമ്മൾ കോസിൽ നോക്കിയതുപോലെയുള്ള കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം. ഡീറ്റെയിൽ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ പെർഫോം ചെയ്യണം. ദെൻ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സായി CT, MRI സ്കാനിങ്, ദെൻ സെറിബ്രൽ ആൻജിയോഗ്രഫി, ഇലക്ട്രോ എൻസെഫലോഗ്രാം തുടങ്ങിയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് മെഷേഴ്സും സീഷർ ആക്ടിവിറ്റിയെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. സീഷർ ഡിസോർഡറിനെ മാനേജ് ചെയ്യാനായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആന്റി കൺവൾസൻ ഡ്രഗ്സ് ആണ്. എക്സാമ്പിൾ കാർബമസെപ്പിൻ, സോഡിയം വാൽപ്പറേറ്റ് എക്സെട്ര. അതുപോലെ സീഷറിന്റെ കാരണം കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യുക. എക്സാമ്പിൾ ട്യൂമർ ഉണ്ടെങ്കിൽ ട്യൂമർ റിമൂവ് ചെയ്യുക. ഡീടോക്സിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ കൊടുക്കുക. ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സിനെ കറക്റ്റ് ചെയ്യുക എക്സെട്ര. മൂന്നാമത് വരിക പ്രിവെൻഷൻ ഓഫ് ഇഞ്ചറി ആണ്. സീഷർ എക്സിബിറ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിന് സേഫ് എൻവയോൺമെൻറ്റ് കൊടുക്കുക. പേഷ്യൻറ്റിന് ടങ് ബൈറ്റ്, ഫാൾ ഫ്രം ദ ബെഡ്, അതുപോലെ മറ്റ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ് ഉണ്ടാവാതെ പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യുക. അതിനെക്കുറിച്ച് പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഫാമിലി എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇതെല്ലാം ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നു. നാലാമത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടീഷൻ മെനിഞ്ചൈറ്റിസ് ആണ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഓഫ് മെനിഞ്ചസ് ആണ്. മെനിഞ്ചസിനുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ, ഐറ്റിസ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ ആണ്. മെനിഞ്ചൈറ്റിസിന്റെ പ്രധാന കാരണമായി കണ്ടുവരുന്നത് ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. പ്രധാനപ്പെട്ട ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻസ് ഇവിടെ പറയുന്നു. നെസീരിയ മെനിഞ്ചൈറ്റിസ്, ഇമോഫിലസ് ഇൻഫ്ലുവൻസ, അത് ഇൻഫൻസിലും ചിൽഡ്രൻസിലും വളരെ കോമൺ ആണ്. സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ ഓർ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലസ് എക്സെട്ര ആണ് കോസറ്റീവ് ഓർഗാനിസംസ്. മെനിഞ്ചൈറ്റിസിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സീവിയർ ഹെഡേക്ക്, ചിൽസ്, ഫീവർ, മലൈസ് എന്ന് വെച്ചാൽ ജനറലൈസ്ഡ് വീക്ക്നെസ്, ദെൻ വോമിറ്റിംഗ്, നൂക്കൽ റിജിഡിറ്റി, കർണിംഗ് സൈൻ, ബ്രൂഡ്സ്കിൻസ്കി സൈൻസ് എക്സെട്ര. നെക്ക് മസിൽസിനുണ്ടാകുന്ന റിജിഡിറ്റി കാരണം നെക്ക് മുന്നിലേക്ക് ഫ്ലെക്സ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നൂക്കൽ റിജിഡിറ്റി എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സുപ്പൈൻ പൊസിഷനിൽ കിടക്കുന്ന പേഷ്യന്റ് തൈസ് ഹിപ്പ് ലെവലിലേക്ക് ഫ്ലെക്സ് ചെയ്യുമ്പോൾ പേഷ്യന്റിന് പെയിനും റെസിസ്റ്റൻസും എക്സിബിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ ലെഗ് നീ ലെവലിൽ എക്സ്റ്റെൻഡഡ് പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. ഇതിനെയാണ് പോസിറ്റീവ് കർണിംഗ് സൈൻ എന്ന് പറയുക. ഇത് മെനിഞ്ചൈറ്റിസിന്റെ ഒരു സൈനാണ്. പേഷ്യന്റിന്റെ നെക്ക് ഫോർവേഡിലേക്ക് ഫ്ലെക്സ് ചെയ്യുമ്പോൾ പേഷ്യന്റ് ഹിപ്പും നീസും അറിയാതെ പേഷ്യന്റ് മുകളിലേക്ക് ഫ്ലെക്സ് ചെയ്യും. അതിനെയാണ് പോസിറ്റീവ് ബ്രൂഡ്സ്കിൻസ്കി സൈൻ എന്ന് പറയുക. ഇതും മെനിഞ്ചൈറ്റിസിന്റെ ഒരു പോസിറ്റീവ് സൈനാണ്. ഫിസിക്കൽ എക്സാമിനേഷൻ, CSF ഫ്ലൂയിഡ് അനാലിസിസ് ആൻഡ് കൾച്ചർ ഓഫ് ബ്ലഡ്, സ്പൂട്ടം ആൻഡ് യൂറിൻ, ഇതെല്ലാമാണ് മെനിഞ്ചൈറ്റിസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്. കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി വഴി കോസറ്റീവ് ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യുകയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് തെറപ്പി ഇനിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പ്രൈം ട്രീറ്റ്മെന്റ് ഓപ്ഷൻ. അതുപോലെ സിംറ്റമാറ്റിക് മാനേജ്മെന്റും ഇതിനൊപ്പം നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അഞ്ചാമത്തെ ടോപ്പിക്ക് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണ്. എന്താണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് നോക്കാം. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത് ന്യൂറോൺസിനുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. ഒരു വ്യക്തിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം അയാളുടെ നെർവിന് പ്രൊട്ടക്റ്റീവ് കവറായ മൈലിൻ ഷീറ്റിനെ ഡിസ്ട്രക്ട് ചെയ്യുകയും അതുവഴി ബ്രെയിനും മറ്റ് ബോഡി പാർട്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിൽ എറർ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. കോമൺ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് പറയുക പ്രീ വെൻട്രിക്കുലർ വൈറ്റ് മാറ്റർ, ഒപ്റ്റിക് നെർവ്, സ്പൈനൽ കോഡ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിന്റെ ഏത് ഭാഗത്തും ഇതുണ്ടാവാം, പക്ഷേ ഈ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരിക. ഇത്തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി അറ്റാക്ക് നെർവ് ഫൈബേഴ്സിൽ പെർമനന്റ് ഡാമേജ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിന് പല കോസറ്റീവ് ഫാക്ടേഴ്സ് ആണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വഴി ബ്രെയിൻ്റെ മൈലിൻ ഷീറ്റിന് ഡാമേജ് ഉണ്ടാകുന്നു. പിന്നെ വൈറൽ ഇൻഫെക്ഷൻസ്, അലർജി റിയാക്ഷൻ ടു സം ഇൻഫെക്ഷൻസ് തുടങ്ങിയിട്ടുള്ളതൊക്കെ മറ്റ് കാരണങ്ങളായിട്ട് കാണിക്കുന്നു. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിന്റെ പ്രധാനപ്പെട്ട സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് സെൻസറി ആൻഡ് വിഷ്വൽ പ്രോബ്ലംസ് ആണ്. ഇവിടെ പേഷ്യന്റിന് ഒരു ബേണിംഗ് സെൻസേഷൻ അനുഭവപ്പെടുന്നു. ബോഡിയിലൊക്കെ ഒരു ബേണിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് പാസ് ചെയ്യുന്നത് പോലെയുള്ള ഒരു സെൻസേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ദെൻ ഡബിൾ വിഷൻ, ഡിപ്ലോപ്പിയ, ബ്ലറിംഗ് ഓഫ് വിഷൻ, കാഴ്ച മങ്ങുന്നത് പോലെയുള്ള അനുഭവം, ഐ മൂവ്മെന്റ്സ് ഇൻവോളണ്ടറിലി മൂവ് ചെയ്യുന്നത് പോലെ അനുഭവപ്പെടുക. അതിന് പറയുന്ന പേര് നിസ്റ്റാഗ്മസ് എന്നാണ്. അതുപോലെ ഐ റിലേറ്റഡ് മസിൽസിൽ പാരാലിസിസ് ഉണ്ടാവുക. സോ
പേഷ്യൻറ്റിന് വിചാരിക്കുന്ന പോലെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് നടത്താൻ സാധിക്കുന്നില്ല. അതിന് ഒഫ്താൽമോപ്ലീജിയ എന്നുള്ള വാക്കുകൊണ്ടാണ് വിളിക്കുക. അതുപോലെ ജനറൽ മസിൽ ചേഞ്ചസ് സച്ച് ആസ് വീക്ക്നെസ് ഓഫ് മസിൽസ് പഴയ പോലെ മൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഗെയ്റ്റ് അറ്റാക്സിയ, നോർമൽ ബോഡി ബാലൻസും മൂവ്മെൻറ്റും അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കാതെ വരുന്നതിനെയാണ് ഗെയ്റ്റ് അറ്റാക്സിയ എന്ന് പറയുന്നത്. നോർമൽ ഗെയ്റ്റ് എന്ന് പറയുന്നത് സ്റ്റഡി ഗെയ്റ്റ് ആണ്. ഹൈപ്പർ റിഫ്ലെക്സിയ, സ്പാസ്റ്റിസിറ്റി, ട്രമേഴ്സ്, പാരാലിസിസ് ഓഫ് എക്സ്ട്രിമിറ്റി. ബോഡിയിൽ മസിൽ സ്റ്റിഫ്നെസ് എക്സ്പീരിയൻസ് ചെയ്യുക, ട്രമർ അതായത് വിറയൽ അനുഭവപ്പെടുക, കയ്യോ കാലുകൾക്കോ ഒക്കെ ഒരു പാരാലിസിസ്, നംനെസ് തുടങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാവുക, അകാരണമായിട്ട് ക്ഷീണം അനുഭവപ്പെടുക, സംസാരം കുഴഞ്ഞുണ്ടാവുക, ഡിസിനസ് എക്സ്പീരിയൻസ് ചെയ്യുക, ബോഡിയിലൊക്കെ ഒരു ടിംഗ്ലിംഗ് സെൻസേഷനും ഒരു അബ്നോർമൽ പെയിൻ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുക. അതുപോലെ ബവൽ ആൻഡ് ബ്ലാഡറിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഓൾട്ടർ ചെയ്യുക, പ്രോപ്പറായിട്ട് ഇവാക്യുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഇൻകോണ്ടിനൻസ് പോലുള്ള എക്സ്പീരിയൻസ്, അതുപോലെ സെക്ഷൽ ആക്ടിവിറ്റീസിലൊക്കെ ഒരു ഡിഫിക്കൽട്ടി എക്സ്പീരിയൻസ് ചെയ്യുക. ഇതെല്ലാം മൾട്ടിപ്പിൾ സ്ക്ലിറോസുമായി ബന്ധപ്പെട്ട് സൈൻസ് ആൻഡ് സിംറ്റംസ് ആയിട്ട് കണ്ടുവരും. ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് ഓഫ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബ്ലഡ് ടെസ്റ്റ് ആണ്. മറ്റ് ഡിസോർഡേഴ്സ് ഒന്നുമില്ല എന്ന് റൂൾ ഔട്ട് ചെയ്യുക. 2 ലംബാർ പങ്ക്ചർ ഓർ സ്പൈനൽ ടാപ്പ്. ഇവിടെ CSF ഫ്ലൂയിഡിൽ അബ്നോർമൽ ആൻറ്റിബോഡീസ് റിലേറ്റഡ് ടു മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ മൾട്ടിപ്പിൾ സ്ക്ലിറോട്ടിക് ലീഷൻസ് ഓഫ് ദ ബ്രെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് MRI സ്കാനിങ് ചെയ്യുക. വിഷ്വൽ ഓർ അതർ സ്റ്റിമുലേഷൻ വഴി നെർവ് ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യുകയും ആ നെർവ് ഇമ്പൾസ് നെർവസ് സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യുന്ന രീതിയെ പഠിക്കുകയും ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഇവോക്ഡ് പൊട്ടൻഷ്യൽ ടെസ്റ്റ്. ഈ ടെസ്റ്റിലൂടെ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിൻ്റെ കണക്ടിവിറ്റി ഇഷ്യൂസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. Administration of corticosteroids and muscle relaxants, encouraging patient to participate in various physical therapies, especially physiotherapy, then bowel and bladder training, then family education on patient condition and various activities that should be given to the patient are the different types of treatment options to be prescribed for a patient with multiple sclerosis. Thank you for watching this video lesson. If you are not subscribed this channel, please subscribe this channel and press bell icon for getting all the new notifications. Thank you.